രണ്ടാഴ്ച അതിവേഗം കടന്നുപോയി. ഈ ദിവസങ്ങളിലെല്ലാം കിച്ചുവിന്റെ എല്ലാ കാര്യങ്ങളും വൈഷു തന്നെയാണ് നോക്കിയിരുന്നത്. അവനോട് അധികം സംസാരിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് വാക്കുകൾ കൈമാറിയ ഫീലായിരുന്നു അവൾക്ക്. തന്റെ എല്ലാ കാര്യങ്ങളും ഒരു മടിയുമില്ലാതെ ചെയ്തിരുന്ന വൈഷു കിച്ചുവിന് ആദ്യം ഒരു അത്ഭുതം തന്നെയായിരുന്നു. എല്ലാവരും എല്ലാ ദിവസവും കിച്ചുവിന്റെ അടുത്ത് വന്നുപോയി. അവന്റെ ഓഫീസ് കാര്യങ്ങൾ ആൽവിയും ദേവും കൂടെ തൽക്കാലത്തേക്ക് നോക്കി തുടങ്ങി. സിദ്ധു ഒരു ദിവസം വന്നിരുന്നു കിച്ചുവിനെ കാണാൻ. അവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും അന്ന് തന്നെ പറഞ്ഞു തീർത്തു. ഇന്ന് കിച്ചുവിനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ്. വീട്ടിൽ കുറച്ചു ദിവസം കൂടി ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കിച്ചുവിന്റെ അമ്മക്ക് ഇതിനോടകം തന്നെ വൈഷു സ്വന്തം മോളെപ്പോലെയായി മാറിയിരുന്നു. അവളെ മരുമകളായി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവർ ഏറെ ആഗ്രഹിക്കുന്നുമുണ്ട്. ഡിസ്ചാർജിന്റെ ഓരോ ആവശ്യത്തിനായി എല്ലാവരും പോയപ്പോഴാണ് വൈഷുവിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നത്. അദ്ദേഹം വന്നു വൈഷുവിനെ കാശി വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം കിച്ചുവിന്റെ അടുത്ത് വന്നിരുന്നു. എങ്ങനെയുണ്ട് കിച്ചു ഇപ്പോൾ ഓക്കെ ആണെങ്കിൽ മുറിവൊക്കെ ഏകദേശം ഉണങ്ങി, വേദനയും കുറച്ച് കുറഞ്ഞു. കിച്ചു അയാൾ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ കിച്ചു, ഞാനിപ്പോൾ വന്നത് അറിയാമെങ്കിൽ ഏതൊരു അച്ഛനും മകളുടെ കാര്യത്തിൽ ഒരു വേവലാതി ഉണ്ടാവും. ശരിയാ, തനിക്ക് അവളെ ശരിക്കും ഇഷ്ടമാണ്. വെറുതെ പ്രതീക്ഷ നൽകി അവളെ വിഷമിപ്പിക്കരുത്. തനിക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ ഇനി ഒരിക്കലും തൻ്റെ മുമ്പിലേക്ക് അവൾ വരാതെ ഞാൻ നോക്കിക്കോളാം. ഇഷ്ടമാണെങ്കിൽ ഈ ദിനങ്ങൾ എൻ്റെ ഉള്ളിൽ നിറയെ ഈ ചോദ്യം തന്നെയായിരുന്നു. എന്നാലും ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതെന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെന്തുകൊണ്ട് ആയിക്കൂടാ. അവളുടെ സ്നേഹം കളങ്കമില്ലാത്തതാണ്. അത് മാത്രം മതി അവളെ തിരിച്ച് സ്നേഹിക്കാൻ. ഇന്ന് വരെ ഞാൻ അവളോട് ഇഷ്ടമാണെന്നൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. എപ്പോഴും അവൾ ഒഴിവാക്കി വിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവളൊന്നും പ്രതീക്ഷിക്കാതെ ഇവിടെ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തിരുന്നു. എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന അവളുടെ സ്നേഹം ഇനി എത്ര കാലം എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാതിയായി അവൾ മാത്രമേ ഉണ്ടാവൂ. അങ്കിളൊന്നുകൊണ്ട് വിഷമിക്കണ്ട, അവൾ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. അവൻ്റെ ആ വാക്കുകളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അയാൾ അവൻ്റെ പുറത്തെട്ടി പുറത്തേക്ക് നടന്നു. പുറത്ത് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വൈഷു അവളുടെ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മുഖത്തൊരു പുഞ്ചിരി വരുത്തി അകത്തേക്ക് കയറി. അവൾ അച്ഛനെ നോക്കിയൊന്ന് ചിരിച്ച് കിച്ചുവിൻ്റെ അരികിലേക്ക് നടന്നു. അവൾ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛാ, വൈഷു വിളിച്ചിരുന്നു. അദ്ദേഹം വാതിൽക്ക് തിരിഞ്ഞു നോക്കി. കാശിയുടെ കാറിൽ കിച്ചുവിനെ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സുണ്ട്, തിരികെ ഒരു ഭാഗം എടുക്കണേ. ആടാ. അയാൾ അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അച്ഛൻ പോയതും വൈഷു കിച്ചുവിനെ നോക്കി. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. കിച്ചേട്ടാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. പറഞ്ഞു. ഞാൻ നിന്റെ അച്ഛനായിട്ട് സംസാരിക്കുന്ന നീ കേട്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് നിന്റെ ഈ നനഞ്ഞ കൺപീലി കണ്ട അറിയും. ഈ കണ്ണുനീര് സന്തോഷം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ? ഏട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടു. അതിനെപ്പറ്റി തന്നെ ഞാൻ സംസാരിക്കാൻ വന്നു. പിന്നെ കണ്ണെറിഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഏട്ടൻ ശരിക്കും മനസ്സിൽ ഇഷ്ടം തോന്നിയിട്ടാണോ ഇങ്ങനെ തീരുമാനമെടുത്ത്? അതോ എന്നോട് തോന്നിയ സഹാനുഭൂതിയുടെ പേരിലോ? അല്ലെങ്കിൽ ബാക്കിയെല്ലാവരുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് കരുതിയോ? അങ്ങനെ ഒരു കാരണമാണെങ്കിൽ ഏട്ടൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. അതാ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഏട്ടനെ ഇത്രയും ദിവസം പരിചരിച്ച് കൂടുന്നു ഇതിനൊന്നും വേണ്ടിയിട്ടല്ലേ, എനിക്ക് സ്വയം തോന്നിയിട്ട്. അതിൻ്റെ പ്രതിഫലമായിട്ടാണ് എൻ്റെ അച്ഛൻ ആ വാക്ക് കൊടുത്തെങ്കിൽ ആ വാക്ക് ഏട്ടൻ തന്നെ പിൻവലിക്കണം. കിച്ചു ഒന്നും പറയാതെ കുറച്ചേരം അവൾ തന്നെ നോക്കിയിരുന്നു. അവൻ നോക്കുന്നുണ്ടതും അവൾ വേഗം കണ്ണുവെട്ടിച്ചു. കിച്ചു ബെഡിൽ വെച്ച് അവളുടെ കയ്യിൽ പതിയെ അവൻ്റെ പിടിമുറുക്കി. വൈഷു ഞെട്ടി അവനെ നോക്കി. അവൻ ഇത്രമേൽ ആർദ്രമായി തൻ്റെ പേര് ഇതുവരെ ഉച്ചരിച്ചിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. ഞാൻ എന്ത് ഭാഗ്യം ചെയ്തിട്ടാണെന്ന് അറിയില്ല. ദൈവം നിന്നെ എൻ്റെ മുമ്പിൽ എത്തിച്ച്. ഇത്രകാലം എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിട്ടും നിന്റെ ഇഷ്ടം എന്നെ അറിയിച്ചിട്ടും നിന്നെ ഞാൻ അവഗണിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വേണ്ടി വന്നു നീ എന്താണെന്നും നിന്റെ പ്രണയം എന്താണെന്നും എനിക്ക് മനസ്സിലാവാൻ. നിന്റെ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും എന്നെ ഈ അവസ്ഥയിൽ പരിചരിക്കാൻ നിൽക്കില്ലായിരുന്നു. എന്നെ ഒരു ബാധ്യതയായി കണ്ടേനെ. ശരിക്കും നീ എനിക്കൊരു അത്ഭുതം തന്നെയാണ്. ഇക്കഴിഞ്ഞ വർഷങ്ങളൊക്കെയും നീ എന്ത് പ്രതീക്ഷയിലാണ് വൈശു കഴിഞ്ഞത്. ശരിക്കും നിന്നെ നേടാൻ യോഗ്യത ഇല്ലാത്തവനായിട്ടാണ് എനിക്ക് എന്നെ തന്നെ തോന്നുന്നത്. നിന്നെ ഞാൻ എൻ്റെ പാതിയായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മനസ്സിൽ തട്ടി തന്നെയാണ്. അല്ലാതെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നീ എനിക്ക് ചെയ്തെന്ന കടപ്പാടിൻ്റെ കണക്കൂർത്തിലല്ല. അങ്ങനെ നിനക്ക് വിലയിടാൻ മാത്രം തരംതാണ് പോയിട്ടില്ല ഈ കിച്ചു. ഇനിയുള്ള കാലം അത്രയും നിന്നെ മാത്രമേ നെഞ്ചിലിട്ട് ജീവിക്കണം എനിക്ക്. നീ എന്നെ സ്നേഹിക്കുന്ന അത്രത്തോളം എത്തില്ലെങ്കിലും എൻ്റെ പ്രണയം നിന്നിലേക്ക് പൂർണ്ണമായും എത്തിയിരിക്കും. ഈ കൈ ഞാൻ ഒരിക്കലും വിടില്ല, ഇതെൻ്റെ വാക്കാ. കിച്ചു അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വൈഷു നിറകണ്ണാൽ അവനെ നോക്കി. കിച്ചു പതിയെ കാലി രണ്ട് നിലത്തുകുത്തി ബെഡിലിരുന്നു. അവൻ എഴുന്നേൽക്കുന്നുണ്ടതും വൈഷു അവനെ സഹായിച്ചു. അപ്പോഴും അവൻ അവളുടെ കയ്യിലെ പിടി വിട്ടിട്ടില്ലായിരുന്നു. കിച്ചു അവളെ വലിച്ചവൻ്റെ അടുത്തിരുത്തി. അവൻ അവൾക്ക് അഭിമുഖമായിരുന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഈ കണ്ണുനീര് സന്തോഷത്തിൻ്റെയാണെന്ന് എനിക്കറിയാം അല്ലേ? വൈഷു ചിരിയോടെ അവനെ നോക്കി തലയാട്ടി. അവൻ പതിയെ അവളുടെ നെറുകയിൽ ചുംബിച്ചു. ആ ചുംബനമേറ്റത് അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. അത് അവൻ്റെ കയ്യിലിരുന്ന് അവളുടെ കയ്യിലെ വിറയിലൂടെ അവന് മനസ്സിലായിരുന്നു. അവൻ ആ കൈ അവളുടെ തോളിലേക്ക് ചേർത്ത് വെച്ച് പതിയെ അവളുടെ കാതിലായി ചോദിച്ചു. എന്താ വൈഷൂട്ടിക്ക് തുള്ളൽപ്പനി പിടിച്ചോ? ഇനി എന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴേക്കും നിന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമോ? അവൻ്റെ കുറുമ്പോടെയുള്ള ചോദ്യം കേട്ടതും അവൾ തലവെട്ടിച്ചു. അപ്പോഴും അവൻ അകന്നു മാറാതെ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
ആ ശബ്ദം അപ്രതീക്ഷിതമായി കേട്ടത് വൈഷുവും കിച്ചുവും ഞെട്ടി പിന്നിലേക്ക് മാറി. ദാ തെണ്ടി, എന്തിനാടാ കിടന്ന് കാറുന്നേ? മനുഷ്യന്റെ മൂഡ് നശിപ്പിച്ച് പന്നി. കാശി കിടന്ന് കിച്ച് കലിപ്പായി ചോദിച്ചു. പക്ഷെ അവസാനം പറഞ്ഞ പതിയാണെന്ന് മാത്രം അത് വൈശു കേൾക്കുകയും ചെയ്തു. ഡാ, എന്താണ് രണ്ടിനോട് പണി? കാശിയുടെ കൂടെ കയറി വന്ന മൂന്നെണ്ണം അവനെ സംശയത്തോടെ നോക്കി. എന്ത് പണി? ഇവൾക്ക് എൻ്റെ അടുത്തൊന്നും ഇരിക്കാനും പറ്റില്ലേ? ഇത് വല്ലാത്ത കഷ്ടം തന്നെ. ആ, നിന്റെ കഷ്ടമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രീ അവരെ നോക്കി ആക്കിക്കൊണ്ട് പറഞ്ഞു. ഇത് വല്ലാത്ത ശല്യായാലോ. കിച്ച് തലക്ക് കൈ കൊടുത്ത് പറഞ്ഞു. മോളിക്ക് പോര്, അവനാളത്ര വെടിപ്പല്ല, നോക്കി വരെ കറുപ്പുണ്ടാക്കുന്ന ഐറ്റാ. ആൽവി വൈശുവിനെ അവൻ്റെ അടുത്തുനിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു. അത് നിന്റെ പരിസരം മറന്ന് കിച്ച് തെറി വിളിച്ച് ദേവ് വൈഷുവിൻ്റെ ചെവി പൊത്തിയിരുന്നു. അവൾ കിച്ചിനെ വായും പൊളിച്ച് നോക്കി നിന്നു. കിച്ചൊന്ന് വിളിച്ചാട്ടി അവന്മാരെ നോക്കി പേടിപ്പിച്ചു. ഇന്നാടാ നിന്റെ ഡ്രസ്സ്, വേഗം ചെയ്തിട്ട് വാ. ഇന്നത്തോടെ ഇവിടുത്തെ സാവാസം നമ്മൾ അവസാനിപ്പിക്കുക. കാശി ഡ്രസ്സിൻ്റെ കാർ കിച്ചുവിന് നേരെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവരെല്ലാവരും ഡിസ്ചാർജ് വാങ്ങി ഇറങ്ങിയപ്പോഴേക്കും നേരെ ഉച്ചയായിരുന്നു. വൈഷുവിൻ്റെ അച്ഛൻ പോയി മാളുവിനെയും അവിയെ അക്കുനെയും കൂട്ടി കിച്ചുവിൻ്റെ വീട്ടിലേക്ക് വന്നു. അമ്മ വന്നില്ലേ? അവരെ കണ്ടത് സുഭദ്രാവൻ ചോദിച്ചു. ഇല്ലമ്മേ, അച്ഛൻ ഇന്ന് 3 മണിക്ക് ആകുമ്പോഴേക്കും ഫ്ലൈറ്റ് ഇറങ്ങും. അപ്പം അമ്മ എവിടെയെങ്കിലും ശരിയാവില്ലെന്ന് പറഞ്ഞു. അച്ഛൻ വന്നിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അവർ രണ്ടോളും ഇങ്ങോട്ടേക്ക് വന്നേക്കെന്നാ പറഞ്ഞ് മാളു മറുപടി പറഞ്ഞു. എല്ലാവരെയും കഴിക്കാനിരുത്തി ഭക്ഷണം വിളമ്പിക്കൊടുത്ത് വൈഷുവും മാളും കൂടെയാണ്. ഇതിനിടയ്ക്ക് കാശി മാളുവിനെ നോക്കി കണ്ണും കൈയും കാണിക്കുന്നുണ്ടായിരുന്നു. അവൾ നോക്കി പേടിപ്പിക്കുമ്പോൾ അവൻ നല്ല കുട്ടിയാവും. ഉച്ചരിഞ്ഞപ്പോഴേക്കും സിദ്ധുവും കിച്ചുവിനെ കാണാൻ വീട്ടിലെത്തി. അവനെ കണ്ടതോടെ അവി പിന്നെ നിലത്തൊന്നുമല്ല, അത് അക്കുവും മാളും ശ്രദ്ധിച്ചിരുന്നു.